ഹലോ ഗൈസ്, അങ്ങനെ മൗനരാഗം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ പ്രകാശനെ മക്കളെയും കൂടെ ജയിലിൽ കൊണ്ട് അടക്കുകയാണ് നമ്മുടെ SI, അല്ലേ കൂട്ടുകാരെ. അങ്ങനെ നമ്മുടെ കിരണിനെ വിളിച്ചിട്ട് ഈ വിവരം നമ്മുടെ SI തന്നെ അറിയിക്കുന്നുണ്ട്. ശേഷം നമ്മുടെ കിരൺ കല്യാണിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത്. ഇതറിഞ്ഞ പാടെ തന്നെ നമ്മുടെ കിരൺ നവീൻ വക്കീലിനെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ വരണം, കല്യാണിയുടെ അച്ഛനെ രക്ഷിക്കാനുള്ള വഴികൾ ചെയ്യണം എന്നൊക്കെ പറയുകയാണ്. ആ ഒരു രംഗങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിച്ചത്. പിന്നീട് നമ്മുടെ സരയുനോട് ഈ വിവരം പറയുന്നുണ്ട്. അപ്പൊ സരയു ഈ വിവരം കേട്ടപ്പോ തന്നെ ആകെപ്പാടെ ഞെട്ടിത്തകർന്ന് നിൽക്കുന്നുണ്ട്. ആകെ ഒരു പ്രതീക്ഷ പിന്നീട് വിക്രമായിരുന്നു. അപ്പൊ ആ വിക്രവും മരിച്ചിരിക്കുന്നു. ഗംഗപ്രസാദ്, രാഹുല്, വിക്രം ഇവർ മൂന്നുപേരും പോയി. ഇനി നമ്മുടെ സരയു ഒറ്റയ്ക്കാണ് എന്താ പറയാ പോരാടേണ്ടത് നമ്മുടെ കല്യാണി ഇല്ലാതാക്കാൻ വേണ്ടിയല്ലേ. അത് എത്രത്തോളമൊക്കെ ആകും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം കേട്ടോ. അപ്പൊ എന്തായാലും മൗനരാഗം ക്ലൈമാക്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ കൂട്ടുകാരെ. അപ്പൊ എന്തായാലും നമുക്ക് ക്ലൈമാക്സ് ഏകദേശം വ്യക്തമാകുന്നുണ്ട്. ഇനി ആകപ്പാട് സരയു മാത്രമേ ഉള്ളൂ വില്ലൻ സ്ഥാനത്ത്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സരയുവിന്റെ കള്ളത്തരവും നമ്മുടെ കിരണും കല്യാണിയും കണ്ടെത്തുന്ന നിമിഷങ്ങളും, സരയു ഒന്നല്ലെങ്കിൽ ഒരു നിവർത്തിയുമില്ലാതെ ആത്മഹത്യ ചെയ്യുന്നതോ അല്ലെങ്കിൽ സരയു അവിടുന്ന് നാട് വിട്ടു പോകുന്നതോ ആയിട്ടുള്ള ഒരു നിമിഷങ്ങളൊക്കെ തന്നെയായിരിക്കും നമ്മുടെ മൗനരാഗം ക്ലൈമാക്സിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാട്ടോ. ഇന്നത്തെ എപ്പിസോഡ് എന്തെങ്കിലും പ്രൊമോ ഉണ്ടായിരുന്നില്ല കേട്ടോ കൂട്ടുകാരെ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.